അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ. ഒരു നമസ്കാരം പറഞ്ഞപ്പോ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച സൺഡേ വൈബാണ് മൊത്തത്തിൽ. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ലിംഗ് ഷോട്ടാണ്. സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്നത് നമ്മൾ അമ്പ് ചെയ്ത് പിടിക്കുക എന്ന് പറയും. അതിനകത്ത് കുറേയേറെ സേഫ് ഗാർഡ്സ്, കുറേയേറെ മെഷേഴ്സ്, അതൊക്കെ നമുക്ക് പിന്നെ വീഡിയോ ഇടാം. അതല്ല ഇപ്പം ഇന്ന് പറയാൻ വന്നതല്ല. അച്ഛ എന്താ വെച്ചേക്കുന്നത്? ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛ ഗ്ലാസിൻ്റെ പുറത്ത് വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് സാധനമാടാ പോളറൈസ്ഡ് ഗ്ലാസ്. അങ്ങനെ തന്നെയല്ലേ പൂ പറയുന്നത്. അച്ഛയ്ക്ക് ഓർമ്മശക്തി കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ അതാണ് പോളറൈസ്ഡ് ഗ്ലാസ്. പോളറൈസ്ഡ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിനിടെ ഫിഷിങ്ങിന് പോകും, പ്രത്യേകിച്ച് സ്വിംഗ് ഷോട്ടിന്. അപ്പോൾ നമ്മുടെ കാസ്റ്റിങ്ങിന് അതിന് പ്രശ്നമല്ല. നമ്മൾ ഒത്തിരി ലോങ് കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഒന്നും. പക്ഷേ നമ്മൾ സ്വിംഗ് ഷോട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ അമ്പ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് വെള്ളത്തിനടിയിൽ നിൽക്കുന്ന മീനിനെ കാണാൻ സഹായിക്കുന്ന ഏകദേശം 1.5 മീറ്റർ 2 മീറ്റർ വരെയൊക്കെ നമുക്ക്, തെളിഞ്ഞ വെള്ളമാണെങ്കിൽ താഴെ വരെ നമുക്ക് കാണാം, എത്ര ആഴം ഉണ്ടായാലും. പക്ഷേ നോർമലി ഇപ്പോൾ കലങ്ങിയ വെള്ളമൊക്കെ ആയിരിക്കുമല്ലോ, കുറച്ചൊക്കെ കലങ്ങിയ വെള്ളം 1 മീറ്റർ 1.5 മീറ്റർ നമുക്ക് അത്യാവശ്യം നമ്മുടെ നോർമൽ കണ്ണുകളിൽ നോക്കുന്നതിനെക്കാട്ടിൽ കൃത്യമായി കാണാൻ പറ്റും മീനിനെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്ലിംഗ് ഷോട്ട് ചെയ്യാം, അവരെ അമ്പ് ചെയ്ത് നമ്മൾ കയറ്റും. അതാണ് നമ്മുടെ. അപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് റീസൺ? അച്ഛ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും. അച്ഛൻ പോകുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടല്ലേ, ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആണോ ഫിഷിങ്ങിന് ഇറങ്ങുന്നത്? യൂറോപ്യൻ സ്റ്റൈലാണോ? അങ്ങനെയല്ല, കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. അപ്പോൾ നമ്മുടെ നീഡ്സാണ്, നമ്മുടെ ആവശ്യങ്ങൾ. ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എന്താണോ അത് ദാറ്റ്സ് നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ആവശ്യമാണ്, അനാവശ്യങ്ങളല്ല. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഷൂസ് എന്തിനാണ് ഇടുന്നത്? ഷൂസ് എന്ന് പറയുന്നത് ഗംബൂട്ടല്ല ഞാൻ ഇടാറില്ല. ഗംബൂട്ടും സേഫ്റ്റി ഷൂവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ സേഫ്റ്റി ഷൂ വേറെയാണ്. സേഫ്റ്റി ഷൂവിനകത്തിൽ എപ്പോഴും ഒരു സ്റ്റീലിൻ്റെ ഒരു റൗണ്ടിങ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാമ്പ് കടിയൊക്കെ ഏൽക്കാതിരിക്കുക. നമ്മൾ മീനെയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസാണ് എടുക്കുന്നത്. ആ ഷോർട്ട് വീഡിയോസിനകത്ത് പെട്ടെന്ന് നമ്മൾ പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ പല ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്നവർക്ക്, ഫിഷിങ് ഇഷ്ടപ്പെടുന്നവരും ഒക്കെ കാടുകളിലും മേടുകളിലും ഒക്കെ കയറിയിട്ടാണ് എപ്പോഴും നമ്മൾ ഫിഷിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പാമ്പുകളുണ്ടാകാം, മൂർഖനുണ്ടാകാം, അണലി ഉണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ കടി ഏൽക്കാതിരിക്കാനാണ് ഇപ്പോഴും സേഫ്റ്റി ഷൂ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അത് മേടിക്കുക, ഞാൻ ഓൺലൈനിലാണ് അതെല്ലാം ഇത് ചെയ്ത് അല്ലേ. അതുകൊണ്ട് തന്നെ അപ്പോഴും ഞാൻ അത് ഉപയോഗിപ്പിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ 8ാം ക്ലാസ്സിലായി. അപ്പോൾ അങ്ങനെ വരാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഇതും നമ്മുടെ ആവശ്യമാണ്. സ്ലിംഗ് ഷോട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഈ ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ വെള്ളത്തിനടിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അവിടെ നിൽക്കുന്ന മീനിനെ നമുക്ക് ഷോട്ട് അടിച്ചെടുക്കാൻ പറ്റും. അതൊക്കെയാണ് ആയിരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഗ്ലാസ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മുടെ ഫാഷൻ മാത്രമല്ല, ഇതിനകത്ത് കുറേയേറെ ഉപയോഗങ്ങളുണ്ട്. ഇത് നമുക്ക് സൺ റിഫ്ലക്ഷനാണ് എപ്പോഴും വെള്ളത്തിൻ്റെ മേളിലേക്ക് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിനടിയിലേക്കാണ് ആ റിഫ്ലക്ഷൻ മാത്രം നമ്മുടെ കണ്ണിൽ നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛ എപ്പോഴും പോളറൈസ്ഡ് ഗ്ലാസ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതുപോലെ സേഫ്റ്റി ഷൂ, ജീൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ഛ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട്. സാധാരണക്കാരാണ് നമ്മൾ, നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരാണ്. എങ്കിലും നമ്മളുണ്ടെങ്കിൽ നമുക്ക് നാളെ ഫിഷിങ് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉണ്ടായിട്ട് തരാൻ പറ്റൂ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുക എല്ലാവരും. ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്, കൊച്ചു കുട്ടികളാണ്, അവരൊക്കെ വന്നിങ്ങനെ ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ ഇങ്ങനെ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ടുള്ള ഉപദേശമാണ്. അപ്പോൾ അച്ഛയുടെ പ്രായത്തിനനുസരിച്ച് അച്ഛൻ ഒരു ഉപദേശം കൊടുക്കണ്ടേ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്ത് കാര്യത്തിന് പോയാലും, ഇപ്പോൾ വള്ളത്തെ പോയാലും ശരി, മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഏത് കാര്യത്തിന് പോയാലും നമ്മുടെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഹാപ്പി അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ.